കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നൽകിവരുന്ന മതാടിസ്ഥാനത്തിലുള്ള സംവരണം അവസാനിപ്പിക്കണമെന്ന് ഹിന്ദു നേതൃസമ്മേളനം. ഹിന്ദു ഐക്യവേദി 21ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ഹൈന്ദവ സംഘടനാ നേതാക്കളുടെ സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ക്ഷേത്ര ചടങ്ങുകളിലും ആഘോഷങ്ങളിലും ജാതീയ വേർതിരിവ് സൃഷ്ടിക്കുന്ന പ്രവണതകളെ ഉന്മൂലനം ചെയ്യണമെന്നും ഹൈന്ദവ സംഘടനകളോട് ഹിന്ദു നേതൃസമ്മേളനം ആവശ്യപ്പെട്ടു. വൈക്കത്ത് നടക്കുന്ന ഹിന്ദു ഐക്യവേദി 21ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് 220-ലധികം സാമുദായിക സംഘടനകളിലെ 350-ലധികം നേതാക്കളെ പങ്കെടുപ്പിച്ച് ഹിന്ദു നേതൃസമ്മേളനം സംഘടിപ്പിച്ചത്. അമൃതാനന്ദമയി മഠം മുഖ്യ കാര്യദർശി സംപൂജ്യ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമികൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വൈക്കത്തപ്പൻ്റെ സന്നിധിയിൽ തന്നെ നടക്കുന്ന ത്യാഗത്തിൻ്റെ പ്രതീകമായ വൈക്കത്തപ്പൻ്റെ സന്നിധിയിൽ നടന്ന ഒരു സത്യാഗ്രഹം സത്യത്തിൻ്റെ പുറത്തുണ്ടായിരുന്നു, ധർമ്മമനുസരിച്ചായിരുന്നു, അത് സ്നേഹസ്വരൂപന്റെ മുന്നിലായിരുന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി വിഷയാവതരണം നടത്തി. ഭരണഘടനാ വിരുദ്ധമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നൽകി വരുന്ന മതാടിസ്ഥാനത്തിലുള്ള സംവരണവും പ്രീണന രാഷ്ട്രീയവും സാമൂഹ്യനീതിക്ക് നിരക്കാത്തതാണെന്നും മതസംവരണം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും ഹിന്ദു നേതൃസമ്മേളനം ആവശ്യപ്പെട്ടു. ക്ഷേത്ര ചടങ്ങുകളിലും ആഘോഷങ്ങളിലും ജാതീയ വേർതിരിവ് സൃഷ്ടിക്കുന്ന പ്രവണതകളെ ഉന്മൂലനം ചെയ്യാൻ ഹൈന്ദവ സംഘടനകളോട് ഹിന്ദു നേതൃസമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളിൽ ഇത് ചർച്ചയാക്കുകയും അങ്ങനെ കോടിക്കണക്കിന് ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും 100 വർഷത്തിന് ശേഷം നമ്മൾ ഈ കാര്യം അനുസ്മരിക്കുമ്പോൾ വർത്തമാനകാല കേരളത്തിൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സന്ദേശത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ശരിയായ രീതിയിലുള്ള ഒരു തീരുമാനം നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളും എടുക്കുകയും കൂട്ടായി അത് നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. വർദ്ധിച്ചു വരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ, ക്ഷേത്രാചാരങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ, തൃശൂർ പൂരം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ, അന്യാധീനപ്പെട്ട ക്ഷേത്രഭൂമി വീണ്ടെടുക്കൽ, പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ, വനവാസി സമൂഹത്തിന്റെ അവകാശ സംരക്ഷണം, പരമ്പരാഗത തൊഴിൽ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചു. നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം RSS ക്ഷേത്രീയ കാര്യവാഹ് M രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജനം, കോട്ടയം.